സംക്രമണങ്ങളുടെ കുറേ ഘട്ടങ്ങൾ അങ്ങയുടെ ഈ 65 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാവ്യസബരിയിൽ ഉണ്ടല്ലോ സർ. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള പരിസംക്രമണം, അതിൻ്റെ ONV സങ്കേതം എന്താണ്? അല്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മാത്രം എഴുതി, മറ്റൊരു ഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്ന് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കുറച്ചായി. ഇപ്പോഴും എനിക്കൊരു നാടൻ പാട്ട് എഴുതാൻ സാധിക്കും. 2 ദിവസം മുമ്പ് ഞാൻ ഒരാൾക്കൊരു ആവശ്യപ്രകാരം ഒരു നാടൻ പാട്ട് എഴുതി കൊടുക്കും. അത് നമ്മളുടെ മനസ്സ് ഈ എല്ലാ തരത്തിലുമുള്ളതായിരിക്കുന്ന ഭാവങ്ങളോട് ഒത്ത് ചേർന്ന് സമഭാവമായി പെരുമാറാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക എന്നതാണ്. അല്ലാതെ എനിക്കൊരു ശൈലിയുണ്ട്, ആ ശൈലിയിലേ കവിത ഉണ്ടാകാവൂ എന്നൊന്നും തീരുമാനിക്കരുത്. കവിത ബഹുരൂപിയാണ്. അഗ്നിയെക്കുറിച്ചുള്ള കവിതയിൽ എൻ്റെ അക്ഷരം കടഞ്ഞാൽ അവിടെ അഗ്നി ഉണ്ടാകും എന്നങ്ങ് എഴുതി. അതെ, അത്തരം ദർശനങ്ങളിലേക്ക് എങ്ങനെയാണ് അങ്ങ് രൂപപ്പെട്ടത്? അക്ഷരം കടഞ്ഞാൽ അഗ്നി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെ, ഒരക്ഷരം എടുത്ത് കൈ തന്നാൽ അഗ്നിയാവില്ല, അത് കടയണം. കടയുക എന്ന് പറയുന്നത് ആസ്വാദനത്തിൻ്റെ പ്രോസസ്സാണ്, പ്രക്രിയയാണ്. മനസ്സിലിട്ട് ഈ അക്ഷരങ്ങൾ കടയാൻ കഴിയുന്നവനെ അതിനകത്തുനിന്ന് അഗ്നി കിട്ടും. അല്ലാതെ എന്നെ ഒന്ന് രസിപ്പിക്കണോ, വായിക്കുക, അയാളെ കവിത ഒന്ന് വായിക്കുക, ONV അവൻ എഴുതിയ കവിത ഒന്ന് വായിക്കുക, അത് ഒരുത്തം വായിച്ചു കിട്ടും, ഒരഗ്നി ഉണ്ടാവില്ല. അവൻ്റെ മനസ്സിൽ അത് കടയാൻ സാധിക്കണം. അതിനാണ് ഈ സമാന ഹൃദയർ, അതുപോലെ മനസ്സിലിട്ട് അക്ഷരങ്ങളുടെ കടയാൻ സാധിക്കുന്നവർക്ക് അഗ്നി കിട്ടും. സർ, അങ്ങ് ഉജ്ജ്വലമായ ഒരു അടയാളമായി മലയാണ്മയിൽ ഇപ്പോൾ സന്നിഹിതനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചങ്ങമ്പുഴിയുടെ കാര്യം അങ്ങ് പറഞ്ഞു, മഹാകവിത്രയങ്ങൾ വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, അങ്ങനെ വികസിക്കുന്ന ആ കാവ്യ പന്ഥാവ്, ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയാനും ഇവരെയൊക്കെ സാക്ഷ്യപ്പെടുത്താനും അതേസമയം അങ്ങയെ ചൂണ്ടി അവരിലേക്കൊക്കെ തീർത്ഥയാത്ര നടത്താൻ പിൻകാലത്ത് വന്ന കവികളെ പ്രേരിപ്പിക്കാനും അങ്ങനെ ഒരു യുഗധർമ്മം വളരെ ലളിതമായി പറഞ്ഞാൽ ONV നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് സർ ഒന്ന് മാത്രം ഞാൻ പറയാം. ഈ പറഞ്ഞതുപോലെ ഈ അക്ഷരം ഒന്ന് കടഞ്ഞു നോക്കണം. കടഞ്ഞു നോക്കാനുള്ള ഒരു സന്മനസ് വേണം. അതിനെ കവികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം, എനിക്ക് ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വയലാർ രാമവർമ്മയും P. ഭാസ്കരനും ഞാനുമൊക്കെ ഒന്നിച്ച് എഴുതി തുടങ്ങിയവരാണ്. ഈ ഭാസ്കരൻ നല്ലൊരു പാട്ട് എഴുതിയാൽ ഞാനും രാമവർമ്മയും കൂടെ ഒന്നിച്ചിരുന്ന് അളിയാ എന്ത് മനോഹരമായിരുന്നു പറയുമായിരുന്നു. ഞങ്ങൾക്കതിന് കഴിഞ്ഞിരുന്നു. അതേ സമയത്ത് ഒരു എന്താ പറയുക, ഒരു അനസൂയ, വിശുദ്ധമായ ഒരു അസൂയ എന്ന് പറയാം, നന്നാവാൻ വേണ്ടിയിട്ടുള്ള അസൂയ, ആരെ അസൂയപ്പെടുത്തത്തക്കവണ്ണം എഴുതണം എന്നൊരാഗ്രഹം, പക്ഷേ അനസൂയ വിശുദ്ധമായ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഇന്ന് ആ മനോഭാവം വളരെ നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുകയാണ്, ശരിയോ തെറ്റോന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇന്നും എൻ്റെ സമകാലികരിൽ ഇപ്പോൾ ഈ പലരെയും യാത്ര അയച്ചു അതിൽ ദുഃഖമുണ്ട്. അതിജീവനം എന്ന് പറയുന്നത് ഒരു സന്തോഷമല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സങ്കടമാണ്. കാരണം എനിക്ക് വളരെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന കവിതകൾ എഴുതി തന്ന പലരും ഇപ്പോൾ ഇല്ല. പിന്നെ കഷ്ടിച്ച് ആകപ്പാടെ സുഗതകുമാരിയുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷ്ണുവുണ്ട്, അല്ലെങ്കിൽ സച്ചിദാനന്ദനുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ കവിത വായിച്ച് എനിക്ക് യാതൊരു അസൂയയും തോന്നുന്നില്ല. അതേസമയത്ത് ഇവരുടെ കവിത വായിക്കുമ്പോൾ അസൂയാർഹമായ തരത്തിലാണ് അവരെഴുതുന്നത് എന്നുള്ള വസ്തുത എനിക്ക് ഉറക്കെ വിളിച്ച് പറയാൻ ഒരു മടിയില്ല. അങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്, വേറൊരു കവിയെ ഇയാൾ ഇത്ര ഭാസ്കരൻ്റെയൊക്കെ കവിതകളെന്ന് അഞ്ജനക്കണ്ണെഴുതി എന്ന് പറയുന്ന പാട്ടൊക്കെ വാസക സഞ്ജികയുടെ സംഗീതമാണ്. അത് മനോഹരമായ കവിതയാണ്, സിനിമാ പാട്ടാണെങ്കിലും. എന്ന് വെച്ചിട്ട് സിനിമാ പാട്ടെല്ലാം മനോഹരമായ ഉദാത്തമായ കവിത എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് വേറെ ഉപ്പിലിട്ടത് വേറെ. കാരണം ഭാസ്കരനെ പോലൊരു കവി എന്തെഴുതിയാലും അതിൽ കാവ്യാത്മകത ഉണ്ടാകും. കാരണം ഈ ചന്ദനമരത്തിൻ്റെ എവിടെ വരച്ചാലും ചന്ദനത്തിൻ്റെ മണം വരും. വയലാർ എഴുതി പിന്നെ കരളിലെ മോഹവും കടലിലെ ഓളവും എന്താണ് അടങ്ങുകില്ലോ അവനെ, രാത്രി പകലിനോടെന്ന പോലെ യാത്ര പറയുന്നതൊക്കെ വയലാർ രാമവർമ്മ എഴുതുന്നു. കവിയാണ്, എവിടെ വരച്ചാലും കവിത ഉണ്ടാകും. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതെല്ലാം കവിതയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അടിവരെ ഇട്ട് പറയുന്നു. അപ്പോൾ ഞാൻ എഴുതിയ എല്ലാ വരികളും അങ്ങ് കവിതയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പിന്നെ
വല്ലവനും നിർദ്ദേശിക്കുന്ന ഒരു സമയം, രാത്രിയോ പകലാണോ ഈ പാട്ട് പാടുന്നതെന്ന് പോലും ഞാനല്ല തീരുമാനിക്കുന്നത്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് സകലതും എൻ്റെ തീരുമാനത്തിനനുസരിച്ച് എഴുതുമ്പോഴേ എൻ്റെ കവിതയാവും അത്. അതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത. അതിൻ്റെ മുഴുവനും അയാളുടെ ആത്മാവിൽ നിന്ന് വരുന്നതായിരിക്കണം. അതിനകത്ത് മറ്റൊരാളിൻ്റെ രക്തം കലരാൻ പാടില്ല. എൻ്റെ സ്വന്തം രക്തം, ഹൃദയരക്തത്തിൽ തൊട്ടാണ് ഞാൻ എഴുതുന്നത്. അത് കവിതയാണ്. നേരെ മറിച്ച് മറ്റൊരാളിൻ്റെ നിർദ്ദേശപ്രകാരം എന്നിൽ നിന്ന് എടുത്ത കുറച്ച് രക്തം കൊണ്ട് എഴുതിയത്, ഇല്ലേ, അത് രക്തതിലകം ചാർത്തുന്ന പോലെ അത് സിനിമ പാട്ടാകും. അപ്പോൾ ഇവിടെ ഒന്ന് ഞാൻ പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനസൂയ വിശുദ്ധമായ ഒരു മനോഭാവത്തോടു കൂടി കവിതകൾ പരസ്പരം വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാളെ കൂടി ഞാൻ പറയാം, ആറ്റൂർ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ, മേഘരൂപനും അതുപോലെ തന്നെ ആവാഹനം എന്നൊക്കെ പറഞ്ഞ് കവിത വായിച്ചിട്ട് എത്ര മനോഹരമായിരിക്കുന്നുവെന്ന് ഇപ്പോഴും ഈ അഭിമുഖത്തിൽ 4 പേര് കേൾക്കാൻ ഞാൻ പറയുകയാണ്. അതുപോലെ ആറ്റൂർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, ഹേ തനിക്ക് ഈ വയസ്സുകാലത്ത് ഇങ്ങനെയൊക്കെ എഴുതാൻ തോന്നണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനസൂയ വിശുദ്ധമായ മനോഭാവം ഇല്ലാതെ വരുന്നു എന്ന ഒരു ഖേദമുണ്ട്. അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളെപ്പറ്റി ചോദിച്ചാൽ 1-2 എണ്ണം പെട്ടെന്ന് പറയാൻ പറ്റുമോ സാർ? 1-2 എണ്ണം പറഞ്ഞാൽ മതി. എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇപ്പോൾ ചിലർ ഉദ്ദേശിക്കും മാണിക്യ വീണയെ പറയാൻ പോകുന്നതെന്ന്, അത് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ്. കാരണം അതെൻ്റെ ദിസ് ഏൻഷ്യൻ ലയർ എന്ന് പറഞ്ഞ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരമുണ്ടല്ലോ, അതിൻ്റെ പരിഭാഷ, അതിൻ്റെ എഡിറ്ററെ ഈ പാട്ട് പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എ പ്യുവർ ലിറിക്, കവിതയുടെ രീതിയിൽ തന്നെ തോന്നി. ഇത് എന്നോട് ട്രാൻസ്ലേഷൻ്റെ ഒരു സെമിനാർ നടത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു സായിപ്പ്, ട്രാൻസ്ലേഷൻ്റെ എക്സ്പെർട്ടായുടെ പേര് ഞാൻ മറന്നുപോയി, വില്യം റാഡിസിൻ്റെയൊക്കെ വലിയ അടുപ്പമുള്ള ആളാണ്, ടാഗോറിൻ്റെ ട്രാൻസ്ലേറ്റർ. അയാളിത് മേശപ്പുറത്ത് കിടന്നു. അപ്പോൾ ഡോക്ടർ എസ് വേലായുധനാണ് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ വേലായുധൻ തർജ്ജമ ഇത് വായിച്ച് നോക്കിയിട്ട്, അപ്പോൾ വേലായുധൻ പറഞ്ഞ് ഇതേ എഴുതിയത് ഞാൻ തർജ്ജമയാണ്, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ പറയുകയാണ്, ഇത് വായിച്ചിട്ട് നല്ല ഇറ്റ്സ് എ പ്യുവർ ലിറിക്, ലിറിക് എന്ന് പറയുന്ന കവിതാ രൂപത്തിൻ്റെ പ്രിസ്റ്റിൻ പ്യൂരിറ്റിക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞു. പ്രിസ്റ്റിൻ പ്യൂരിറ്റി എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എ.ജെ. തോമസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ലിറിക്സ് ഉണ്ടായിട്ടുണ്ട്. വാതിൽപ്പഴുതിലൂടെ എന്താണ് ഇത് കുങ്കുമം വാരി വിതറി ത്രിസന്ധിയെ പോകുക എന്ന് പറയും, അതുപോലെ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എഴുതിയതെല്ലാം അതാണെന്ന് അതുപോലെയാണെന്നും ആ സ്റ്റാൻഡേർഡുള്ള കവിതയാണെന്നും ഞാൻ പറയില്ല. കഴിയുന്നതും ഒരു കവി എഴുതിയ പാട്ടാണെന്ന് തോന്നത്തക്ക തരത്തിലേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ എഴുതിയിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. ഞാൻ വലിയ വലിയ അവകാശങ്ങളൊന്നുമായിട്ട് കയറി വരുന്ന ആളൊന്നുമല്ല. പലായുദ്ധം രേരേ ദുഷ്കവി കുഞ്ചരാഹ എന്ന് പറഞ്ഞ് കയറി വരുന്ന ഒരു രീതിയല്ല എൻ്റെത്. വളരെ വിനീതമായിട്ട് ഈ വിനീതത്വം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നത്, ഈ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്തെല്ലാം ഉണ്ട്, ഇപ്പോഴും കാണണം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ മുമ്പിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ, ടെലിവിഷൻ ആയതുകൊണ്ട് അതിനെ കിട്ടുമല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ, വേറൊരാൾ ഇങ്ങനെ ഇരിക്കുന്നു, മുമ്പിലിരിക്കുന്ന കുറേ മഹാന്മാർ, അവരൊക്കെ ഏതാണ്ടൊക്കെ എന്തൊക്കെയാണ് കേട്ടോ. പക്ഷെ പിറകിൽ ഒരു മൂലയ്ക്ക് ഒരു തോർത്തും തോളിലിട്ട് കക്ഷത്തിലൊരു പുസ്തകം മതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, അയാൾ മാത്രമാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ളതിൽ അതിജീവിച്ചയാൾ. മഹാകവി വള്ളത്തോൾ. മഹാകവി വള്ളത്തോൾ വളരെ വിനയത്തോട് ഇങ്ങനെ നിൽക്കുന്നു, ഒരു പുസ്തകം ഒരു പൊതിയും കക്ഷത്തിൽ വെച്ച്, ഒരു തോർത്തേ ഉള്ളൂ ദേഹത്ത്, അർദ്ധനഗ്ന എന്ന് വേണേൽ പറയാം. ബാക്കി എല്ലാവരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അവരൊക്കെ എന്തൊക്കെയോ വലിയ വലിയ ഉദ്യോഗങ്ങൾ വഹിച്ചവരായിരിക്കും. റാവു ബഹദൂർമാർ അന്നത്തെ വലിയ ആൾക്കാരാണ്. 1000 കോടി പദങ്ങളുടെ വാക്കുകളുടെ ഇങ്ങേയറ്റത്ത് ONV ഒരു വാക്ക് കൊരുക്കുമ്പോൾ അതിലെ സൂര്യനും ആ സൂര്യനെ കേന്ദ്രീകരിച്ച് ഒരു പുതിയ സൗരയൂഥവും ONV കാലത്തിന് വേണ്ടി കരുതി വച്ചത് അനന്തവും അനശ്വരവുമായ അക്ഷയ കവിതയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള അനുവാചകരുടെ സമർപ്പണം അത് പറയട്ടെ. ഇനി വളരെ പ്രതികരണം. വളരെ വളരെ വിനീതനായി ഞാൻ
ഈ വാക്കുകൾ സ്വീകരിക്കുന്നു വളരെ വിനീതനായി. പിന്നെന്താ ഞാൻ പറയുക, എപ്പോഴും ഞാൻ ഓർക്കുന്ന ടാഗോറിൻ്റെ ഒരു കവിതാശകലമുണ്ട്, വിനയമാവട്ടെ നിൻ്റെ കിരീടം. മലയാളത്തിലൊരു കവിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ കിരീടം വിനയമാണെന്ന് കരുതുന്നു. ആ വിനയ കിരീടം എൻ്റെ ശിരസിൽ ഇപ്പോഴുണ്ട്. നമസ്കാരം. നമസ്കാരം സാർ.